നെന്മാറ ഇരട്ടക്കൊലപാതകം ആസൂത്രിതവും അതിക്രൂരവുമെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ചെന്താമരയുടെ വെട്ടേറ്റ് വയോധിക ലക്ഷ്മിയുടെ ശരീരത്തിൽ 12 മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. മകൻ സുധാകരന് 6 വെട്ടേറ്റിട്ടുണ്ടെന്നും കൊല്ലപ്പെട്ട 2 പേർക്കും മാരക മുറിവുകൾ എന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ആദ്യ കൊലപാതകത്തിലേക്ക് നയിച്ചത് കൂടോത്ര ഭയമെന്ന് ചെന്താമരയുടെ പഴയ മൊഴി പുറത്തുവരികയാണ്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, കൂടുതൽ വിവരങ്ങൾ ചെന്താമരയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരികയാണ്. ആദ്യ കൊലപാതകത്തിലേക്ക് നയിച്ചത് കൂടോത്രം എന്നുള്ളതാണ് അയാളുടെ അന്നത്തെ മൊഴി. അപ്പോൾ ഇയാളുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ എവിടെയൊക്കെ നടക്കുകയാണ്? ലക്ഷ്മി, ആദ്യം തെരച്ചിലിലേക്ക് വന്നാൽ ഇന്നലെ മുതൽ ആരംഭിച്ച ഈ തെരച്ചിൽ കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. പാലക്കാട് എസ് പി വ്യക്തമാക്കിയത് ഈ മലയിൽ തന്നെ നെന്മാറ, പോത്തുണ്ടി, നെല്ലിയാമ്പതി വനമേഖലയിൽ തന്നെ അവിടെ ആ പ്രദേശത്ത് തന്നെ ചെന്താമര ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് പോലീസിന് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന നടത്താനാണ് ഇന്ന് കൂടുതൽ ആളുകളെ ഇതിനായി വിന്യസിക്കും. 100 പേരടങ്ങുന്ന ഡിവൈഎസ്പി പറഞ്ഞത് 100 പേരെ നിയോഗിക്കുമെന്നുള്ളതാണ്. ക്യാമ്പിൽ നിന്നുൾപ്പെടെ ആളുകളെ കൊണ്ടുവന്ന് ആ പ്രദേശത്ത് കൂടുതൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായി തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. പ്രതി മലയിൽ തന്നെ ഉണ്ടെന്ന് സംശയിക്കുന്നതായി പാലക്കാട് എസ് പി പറഞ്ഞിരിക്കുന്നു. പ്രസാദ്, ആ പറഞ്ഞ മലയിൽ തന്നെ അയാൾ ഉണ്ട് എന്നുള്ള സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അക്കാര്യം പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പോലീസിന്റെ എല്ലാ സംശയങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ എസ് പിയോട് സംസാരിച്ചപ്പോൾ എസ് പി പറയുന്നത് നെന്മാറ മലമേഖല, ആ മേഖലയിൽ തന്നെ, അതായത് പോത്തുണ്ടി, നെന്മാറ, നെല്ലിയാമ്പതി തുടങ്ങിയ മലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ തന്നെ ചെന്താമര ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും എന്നുള്ള സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് കൂടുതൽ തെരച്ചിൽ നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എസ് പി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അതോടൊപ്പം തന്നെ കുളങ്ങളിലും, അവിടുത്തെ കുളത്തിലും പരിശോധന നടത്തും. ഈ ചെന്താമര കൃത്യം നടത്തിയതിനു ശേഷം വസ്ത്രങ്ങൾ മറ്റും ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അത് കുളത്തിലേക്കാണോ ഉപേക്ഷിച്ചത്, അതല്ല ഈ വിഷക്കുപ്പി കൂടി, ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ വിഷക്കുപ്പി കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കുളങ്ങളിലുള്ള പരിശോധന നടത്തുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പരിശോധന നടത്തുമെന്നുള്ളത് തന്നെയാണ് എസ് പി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാട്ടിലേക്ക് പോയ സംഘം അവർ മടങ്ങി വരികയാണ്. അത് ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ, ഈ കൃത്യം നടന്ന നെന്മാറ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണവും പരിശോധനയും തിരച്ചിലുമെല്ലാം തന്നെ സജീവമാക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. അതിന് ഈ കുളങ്ങളിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി ഫയർഫോഴ്സിന്റെ സേവനം കൂടി തേടുന്നുണ്ട്. 8:30 തന്നെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം, മുങ്ങൽ വിദഗ്ധ സംഘം അവിടെ എത്തും. അവർ അവിടുത്തെ ഇന്നലെ പോലീസ് നായ, നമ്മൾ കണ്ടതാണ്, ഡോഗ് സ്ക്വാഡ് പോകുന്ന സമയത്ത് ആദ്യം ചെന്താമരയുടെ തറവാട്ടിലേക്കും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് സമീപത്തെ കുളത്തിന് മുന്നിൽ വന്ന് ആ പോലീസ് നായ അവിടെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ കുളത്തിലുമെല്ലാം തന്നെ പരിശോധന നടത്താനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. അത് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ അത്തരം തിരച്ചിലിലേക്ക് നടക്കും. ഇനി ഇൻക്വസ്റ്റിലേക്ക് വന്നാൽ ഇന്നലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. 2 പേർക്കും വളരെ മാരകമായ മുറിവുകളാണ് സംഭവിച്ചത്. അതിൽ ഏറ്റവും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത് സുധാകരൻ്റെ അമ്മയെയാണ്. സുധാകരൻ്റെ അമ്മ ലക്ഷ്മിക്ക് 12 മുറിവുകളാണ് ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഈ തലയ്ക്കും പുരുകത്തോട് ചേർന്ന് മുഖത്തും അതോടൊപ്പം തന്നെ പുറകുവശത്തും നടുഭാഗത്തുമെല്ലാം അമ്മയ്ക്ക്, ലക്ഷ്മിക്ക് വെട്ടേറ്റിട്ടുണ്ട്. അവിടെ ഈ മുറിവുകൾക്ക് പുറമെ സുധാകരൻ 6 മുറിവുകളാണ് ഏറ്റിട്ടുള്ളത്. സുധാകരൻ്റെ കരച്ചിൽ കേട്ടാണ് ഈ അമ്മ പുറത്തേക്ക് വരുന്നത്. അമ്മയാണ് ഏറ്റവും ക്രൂരമായി ചെന്താമര കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയാണ്. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് വരും. 11 മണിയോടുകൂടി തന്നെ 2 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. സുധാകരൻ്റെ ബന്ധുവീട്ടിലേക്കാണ് കൊണ്ടുപോകുക, ഭാര്യ സഹോദരന്റെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുക എന്നുള്ളതാണ് അവിടുത്തെ ജനപ്രതിനിധികൾ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പാലക്കാട് എസ് പിയുടെ ബൈറ്റിലേക്ക് പോകേണ്ടതുണ്ട്. പാലക്കാട് എസ് പി പറഞ്ഞിരിക്കുന്നത് പ്രതി മലയിൽ തന്നെ ഉണ്ട് എന്ന് സംശയിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
മോർണിംഗ് സാർ, ഞാൻ പ്രസാദാണ് ന്യൂസ് മലയാളത്തിന്. പ്രസാദ് സർ. പിന്നെ എന്തെങ്കിലും ആയിട്ടുണ്ടോ പുതിയ അപ്ഡേറ്റ്സുകളല്ലോ? ഇല്ല, ടീം നോക്കുന്നുണ്ട്, അയാൾക്ക് ട്രേസ് ചെയ്യാൻ അബ്സ്കോണ്ടിങ് ആണ്. അല്ല, ഇന്നിപ്പോ കൂടുതൽ പേര് നമ്മളിപ്പോ നിലവിലൊരു ടീമിനേക്കാൾ കൂടുതൽ നമ്പർ കൂട്ടുന്നുണ്ടോ? എന്താ പുതിയ എന്താ നമ്പർ? അല്ലെ, ആളുകളുടെ എണ്ണ, പോലീസ് ടീമിന്റെ എണ്ണ വലുതാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഓൾറെഡി കുറെ ടീമുകൾ പുറകിലാണ് ഉള്ളത്. സോ നമുക്ക് വേണമാണെങ്കിൽ ടീമിന്റെ എണ്ണം കൂട്ടാം. കാരണം ഇപ്പോഴും ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അയാൾ ആ പുറകിൽ ഭാഗത്തുള്ള മലയിൽ തന്നെ എവിടേക്കുമാണ് ഉള്ളത്. തമിഴ്നാട് ടീം പോയിരുന്നു, പക്ഷെ സക്സസ് കിട്ടിയിട്ടില്ല ഇതുവരെ. അവർ തിരിച്ചു വന്നോ? തിരിച്ച് ഓൺ ദ വേ ആണ്. ചിലപ്പോൾ എത്തിട്ടുണ്ടാവും. ബാക്കി സ്ഥലങ്ങൾ ഇപ്പൊ നോക്കുന്നുണ്ട്, CBR വെരിഫിക്കേഷൻ മറ്റു കാര്യം ചെയ്യുന്നുണ്ട്. മലയിൽ തന്നെ ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, പക്ഷെ അത് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. ബാക്കി കാര്യങ്ങൾ, ബാക്കി ആംഗിൾ കൂടി നോക്കുന്നുണ്ട്. വേറെ അതർ കോൺടാക്ട്സ് ആർ, അത് നിങ്ങൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ കുളത്തിലൊക്കെ ഒന്ന് പരിശോധിക്കുമായിരിക്കും അല്ലെ? കുളത്തില് പരിശോധിക്കാം. അതും ഒരു ഇതാണ്, സംശയമാണ്. അതും പരിശോധിക്കാം. ഹലോ 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 ഗുഡ് മോർണിംഗ്. പ്രസാദ്, ഏതായാലും അന്വേഷണത്തിന് കൂടുതൽ ആളുകളെ നിയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇരട്ട കൊലപാതകത്തിന് ശേഷം പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരു കൊലപാതക കേസിലെ പ്രതിയോടുള്ള സമീപനമല്ല പോലീസിന് ഇതിലുള്ളത് എന്നുള്ള കാര്യം കാടടച്ച് നാടടച്ചുള്ള ഒരു പരിശോധനയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് അവിടെ ആവശ്യവും. ആളുകൾ അത്ര കണ്ട് ഭയത്തിൽ ജീവിക്കുന്ന, ഇനിയും ഒരുപക്ഷെ അയാൾ കൊലപാതകം നടത്തുമോ എന്ന് ഭയപ്പെടുന്ന ആളുകളാണ് ആ പ്രദേശത്തുള്ളത്. അതിൻ്റെ ഒരു ഗൗരവം ഏതായാലും ഈ കൊലപാതകത്തിന് ശേഷം പോലീസ് ഉൾക്കൊണ്ടു എന്ന് തന്നെ വേണം മനസ്സിലാക്കാനല്ലേ? ഈ കൊലപാതകത്തിന് ശേഷം പോലീസ് ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ലക്ഷ്മി, അപ്പോഴും അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അവിടുത്തെ നെന്മാറ പോലീസിൻ്റെ ഒരു വീഴ്ച എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. കാരണം ആ നെന്മാറ പഞ്ചായത്തിലേക്ക് പ്രവേശന വിലക്കുണ്ടായിരുന്ന ഒരു പ്രതി, അതും തൊട്ടടുത്ത വീട്ടിലെ അവിടുത്തെ വീട്ടമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വീണ്ടും ഭീഷണിയുമായി നടക്കുന്നു. അയാൾ അവിടെ താമസിക്കുന്നു എന്ന വിവരം, പ്രവേശന വിലക്ക് ലംഘിച്ച് അവിടെ താമസിക്കുന്നു എന്ന വിവരം പോലീസ് അറിഞ്ഞില്ല എന്നതൊക്കെ കൂടുതൽ ഗൗരവമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുമാത്രമല്ല, ഡിസംബർ 29 അവിടുത്തെ കൊല്ലപ്പെട്ട സുധാകരനും അദ്ദേഹത്തിൻ്റെ മകളും പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതി നൽകുകയും, എന്നാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെന്താമരയെ താക്കീത് ചെയ്ത് വിട്ടയച്ചു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അപ്പോഴും തന്നെ പോലീസിന് കേസെടുക്കാമായിരുന്നു. കാരണം ഒന്ന്, ഭീഷണിപ്പെടുത്തിയതിന് വധഭീഷണിയാണ് മുഴക്കിയിട്ടുള്ളത്, അതിൻ്റെ പേരിൽ കേസെടുക്കാമായിരുന്നു. രണ്ടാമത്, അവിടെ താക്കീത് ചെയ്ത് വിട്ടയച്ചയാൾ ആ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പ്രവേശന വിലക്ക് ലംഘിച്ച് അതേ വീട്ടിലേക്ക് തന്നെ ഇയാൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അതിഗുരുതരമായ ഒരു വീഴ്ചയുടെ അനന്തരഫലമാണ് ഈ രണ്ട് കൊലപാതകങ്ങളും. ആദ്യത്തെ കൊലപാതകം അവിടെ ചെന്താമരയ്ക്ക് ഉണ്ടായിട്ടുള്ള സംശയങ്ങളാണ്. പക്ഷേ ഈ രണ്ട് കൊലപാതകങ്ങളും പോലീസിനൊരു ജാഗ്രത ഉണ്ടാകുമായിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ, ഈ കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ തന്നെ ഇയാൾക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത്, ആ ജാമ്യം കൊടുത്താൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് ആദ്യത്തെ അന്വേഷണ സംഘം ഇവരോട് പോലീസിനോട് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ വരുന്ന സമയത്ത് തന്നെ അതിശക്തമായി ആ ജാമ്യാപേക്ഷയെ എതിർക്കേണ്ടതായിരുന്നു. ജാമ്യം ലഭിച്ചു, പക്ഷേ അതിനകത്തുള്ള അന്നത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരരുത് എന്നുള്ളതാണ്. പിന്നീട് അതിന് ഇളവ് നേടിയാണ് ആ പോലീസ് സ്റ്റേഷൻ പരിധി എന്നത് മാറ്റി നെന്മാറ പഞ്ചായത്ത് എന്നതാക്കി. അവിടെ പോലും ഇയാൾ വരുന്ന വിവരം പോലീസ് അറിഞ്ഞില്ല എന്നുള്ളതും അറിഞ്ഞതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതും അതിഗുരുതരമായ വീഴ്ചയാണ്. മറ്റൊന്ന്, ഈ ചെന്താമരയെ ഈ കൊലപാതകങ്ങളിലേക്ക് പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാരണമായി ഇപ്പോൾ വ്യക്തമാകുന്നത് അയാളുടെ അന്ധവിശ്വാസമാണ്. അതിൽ 2019 സുധാകരന്റെ ഭാര്യ സജിതയെ ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് കാരണമായി പറയുന്നത് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പ്രതി ചെന്താമരയ്ക്കായി വിപുലമായ തെരച്ചിൽ തന്നെയാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ.